Charlie, Charlie, are you here? ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ചാർലി ചലഞ്ചാണ്. പല ആളുകളും കണ്ടിട്ടുള്ള ഒരു ചലഞ്ചാണ് ചാർലി ചലഞ്ചാണ്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര 12:45 12:40 ഓക്കെ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചാർലി ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കിടന്നു. അപ്പം എന്താണെന്ന് ചാർലി ചലഞ്ച് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ നേരിട്ട് ഗോസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ക്യാമറയൊക്കെ ഞാനാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെറിയൊരു പേടിയുണ്ട്, കാരണം വീഡിയോയിലൊക്കെ കാണുന്ന പോലെ 2 പെൻസിൽ ഇങ്ങനെ മേലിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പം പെൻസിൽ മൂവ് ആവുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോ വീഡിയോയിലും നമുക്ക് കാണിക്കുന്നതെന്ന് പറയുമ്പം ഒരു പേപ്പറാണ്. ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമുക്കതിൽ യെസ് അല്ലെങ്കിൽ നോ, യെസ് ഓർ നോ എഴുതണം. ഓക്കെ, ഇതിൽ നമുക്ക് യെസ് നോയും എഴുതണം. അപ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ഒരു എസ് ഇവിടെയാണ് എഴുതണത്, ഒരു എസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ ഞാൻ അത് എഴുതുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഇവിടെ എല്ലാം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പെൻസിലിൻ്റെ മേളിൽ ഒരു പെൻസിൽ, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും വിളിച്ച് നോക്കാം. ചാർലി, ആർ യു ഹിയർ? ചാർലി, ആർ യു ഹിയർ? നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഫേക്കാണോ അല്ലേന്നറിയത്തില്ല. ചാർലി, ആർ യു ഹിയർ? ചാർലി, ആർ യു ഹിയർ? ഇനി എനിക്ക് മാത്രം വരാത്തയാണെന്ന് പറഞ്ഞുകൂടാ. ചാർലി, ആർ യു ഹിയർ? നോ. ഫ്രണ്ട്സ്, നിങ്ങളത് കണ്ട? എങ്ങനെയാണെന്നറിയത്തില്ല. നോ എന്ന് വന്നു. ഇപ്പം രാത്രിയാണ്. ഇതെങ്ങനെയാണെന്നറിയത്തില്ല. ഇത് കുറേ വീഡിയോസിൽ കണ്ടതാണ്. ഇപ്പം ഇങ്ങനെ ഒക്കെയാണെങ്കിൽ പേടിയോ അവൾ. അതെന്തായാലും ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. ചാർലി, നീ കൊല്ലപ്പെട്ടതാണോ? ഇനി മലയാളത്തിൽ ചോദിച്ചു നോക്കാം. ചാർലി, നീ കൊല്ലപ്പെട്ടതാണോ? ചാർലി, ആർ യു ഹിയർ? ചാർലി, ആർ യു ഹിയർ? അപ്പോൾ ഫ്രണ്ട്സ്, അതിപ്പോൾ എന്താണെന്നറിയത്തില്ല, എങ്ങനെയാണെന്നറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സയൻസാണ് പഠിക്കുന്നത്. പക്ഷേ എനിക്കിതിലൊന്നും അങ്ങനെ വിശ്വാസം ഇല്ലാത്തതാണ്. പക്ഷേ എന്താ പറയുക, നമുക്കതിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ലൈവായിട്ട് കണ്ടു കാണും അതെന്താണെന്ന്. ഇനിയിപ്പോൾ എല്ലാവരും കിടന്ന് ഇനിയിപ്പോൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടിയും കിട്ടും. എനിക്കാണെങ്കിൽ പേടിയാവും. നമുക്ക് ഈ ഒരു ചാലഞ്ച് ഇവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചാലഞ്ച് ഇവിടെ കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ചാർലി, നീ മനുഷ്യരെ ഉപദ്രവിക്കുമോ? ഫ്രണ്ട്സ്, അവിടെ എന്തോ വീണതാണ്, പൂച്ചയും കണ്ടോണ്ട്.
ഓക്കെ, ചാർലി നമ്മളെ ഉപദ്രവിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, കുറേ ആളുകൾ ഇത് ഫേക്ക് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഫേക്ക് ആണെന്ന് മാത്രം പറയരുത്. കാരണം ഇപ്പം നിങ്ങൾ കണ്ടതാണ്. കാരണം ഞാൻ തന്നെ അത് പേടിച്ചു പോയി. ഞാൻ തന്നെ അത് നടക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം നമുക്കൊരു ഫേക്ക് എന്നുള്ള രീതിയിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തേണ്ട സമയമായി. കാരണം എനിക്കും പേടിയാവുന്നുണ്ട്, ഇവിടെ രാത്രിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു, ചാർലി ക്യാൻ ഐ സ്റ്റോപ്പ് ദിസ് ഗെയിം? ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ല. നിങ്ങളെന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്? സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല ചലഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഫീൽ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ഇപ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ അടിച്ചടിച്ച് നിൽക്കുകയാണ്. ഇയാണെങ്കിൽ നാക്കും കുഴയണുണ്ടോ, സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ സെറ്റ് ചെയ്യാം. Charlie, can I stop the game? I am feeling... No. I am in fear. Charlie, can I stop this game? അപ്പോൾ ഗൈസ്, ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ കുറേ അധികം വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ പിന്നെ ചില ആളുകൾ പറയുന്നത് ഫേക്ക് ആണെന്ന്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിൽ വരുമ്പോഴേ അത് നമുക്ക് ഫേക്ക് അല്ലാതാവത്തുള്ളൂ. എന്തായാലും ഇനിയിപ്പം മണി എത്രേ? ഓക്കെ, 12:45 തുടങ്ങിയതാണ്. ഇപ്പം മണി ഇതായപ്പോൾ 1:30 ആയിട്ടുണ്ട് ഇത് ഷൂട്ട് ചെയ്ത് വന്നിട്ട്. എനിക്കൊന്നും പറയില്ല, കാരണം ഞാൻ ഇതുപോലുള്ള ചാലഞ്ചസ് ചെയ്യണം നിർത്തി. കാരണം നെഗറ്റീവ് എനർജീസിന് നമ്മൾ എന്താ പറയുക, ഒരു എനർജിയാണ്, നമുക്കത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ വിശ്വസിക്കണ്ട, ഇത് ഉടായ്പാണ് ഗൈസ്. ഇതിലൊരു ഉടായ്പുണ്ട്. കാരണം ഈ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ പക്ക ഉടായ്പ് ചലഞ്ചാണ്. അതായത് ഇത് കുറേ വർഷങ്ങളായിട്ട് ഇത് ആളുകൾ ചെയ്ത് വരുന്ന ഒരു ചലഞ്ചാണ് ഈ ഒരു ചാർലിയുടെ ചലഞ്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഉടായ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയിൽ മാഗ്നറ്റോ തേങ്ങയൊന്നും വെച്ചിട്ടല്ല ഇത് ഉടായ്പ് കാണിക്കുന്നത്. കുറേ ആളുകൾ അതൊക്കെയാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇത് അതൊന്നും അല്ല ഉടായ്പ് ഞാൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കാരണം നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും, ഹാർട്ട് ബീറ്റ് കൂടും. ഒരു മനുഷ്യന് പേടിക്കുമ്പം എന്താണ് സംഭവിക്കാറുള്ളത്? ഹാർട്ട് ബീറ്റ് കൂടും. ഇങ്ങനെ ശ്വാസം എടുക്കും, നല്ല എന്താ പറയുക, നല്ല എഫക്റ്റ്, നല്ല സ്പീഡിൽ ശ്വാസം എടുക്കും, ഇങ്ങനെ ശ്വാസം എടുക്കും. അപ്പോൾ നോർമലി നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പെൻസിൽ നമ്മൾ ഒരിടത്തും തൊടാതെ, രണ്ട് സൈഡിലും തൊടാതെ ഈ ഒരു മേളിലായിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറയുമ്പം ഇത് ഏതൊരു സൈഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളത് ഈ ഒരു സമയത്ത് നമുക്കൊരു പേടി കാണും. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഇടിക്കും. സ്വാഭാവികമായിട്ട് ഒരു പേടി കാണും. രാത്രിയാണ്, പേടി കാണും. അപ്പം പട്ടിയും കുരയ്ക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഒറിജിനലായിട്ട് ചാർലി വല്ലോ വന്നാന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് ഇങ്ങനെ സംസാരിക്കുമല്ലോ, ചാർലി ആർ യു ഹിയർ എന്ന് ചോദിക്കും. അപ്പോൾ ആ ശ്വാസത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ടാണ് ഇത് നീങ്ങിപ്പോകുന്നത്. പല ആളുകളും അത് പേടിച്ചു പോയിട്ടുണ്ട്. അവരുടെ ശ്വാസത്തിൻ്റെ ഇത് വെച്ചാണ് അത് നീങ്ങിപ്പോകുന്നത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ചാർലി ആർ യു ഹിയർ കണ്ടോ? അത് നമ്മൾ ഊക്കനാക്കുമ്പോഴത്തേക്ക്, നമ്മൾ ആ ഒരു നാക്കിനാക്കുമ്പോഴത്തേക്കും അത് നീങ്ങിപ്പോവും. അങ്ങനെയാണ് അത് സംഭവം വരുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ചാർലി
ആർ യു ഹിയർ? കേട്ടോ, അങ്ങനെയാണത് വരുന്നത് നമ്മുടെ ആ ഒരു ശ്വാസത്തിൻ്റെ. അപ്പം നോർമലി നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതുപോലുള്ളത് നമ്മൾ അറിയത്തില്ല ഇതിൻ്റെ സീക്രട്ട് എന്താണ്, പക്ഷെ നമ്മൾ പേടിച്ചു അത് ചെയ്യുമ്പോഴത്തേക്ക്. അതാണ് സംഭവം. അല്ലാതെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറയുമ്പോൾ ക്യാമറയുടെ ബാക്കിൽ ഒരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ, എൻ്റെ അച്ഛൻ എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, സംശയം ഉണ്ട് എൻ്റെ അച്ഛൻ എവിടെ ഇരിപ്പുണ്ട്, ഒന്ന് കാണിച്ചു തരാം. ചാർലി ചാർലി ആർ യു ഹിയർ? കണ്ട, ഇതാണ് സംഭവം. ബാക്കിൽ നിന്ന്, ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഒരാൾ ഊതി കഴിഞ്ഞാൽ സിനിമ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല കള്ളത്തരങ്ങളും വെച്ചാണ് സിനിമ എടുക്കുന്ന, ഗ്രാഫിക്സ്, ക്യാമറ ട്രിക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ചലഞ്ച് പല ആളുകൾ യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. ഇംഗ്ലീഷുകാരാണ് കൂടുതലും ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ മലയാളികൾ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് വളരെ സിമ്പിളാണ്. കാരണം ഇതെന്ന് പറയുന്നത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു പെൻസിലാണ്. ഈ രണ്ട് സൈഡും തട്ടിക്കഴിഞ്ഞ് ഇത് വർക്കാവത്തില്ല. അതാ കണ്ടോ, നിങ്ങൾക്ക് ഏത് സൈഡിലോട്ട് ആക്കണോ ആ ഒരു സൈഡിലോട്ട് ജസ്റ്റ് ആക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ. അല്ലാതെ ഇതിനകത്ത് പ്രേതം മറ്റേത് മറിച്ചൊന്നുമില്ല. അപ്പം ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്, നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് ഈ ഇത്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓരോ ക്യാരക്ടറാണ് സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ പോലുള്ള ക്യാരക്ടറുകൾ. അപ്പോൾ ആ ഒരു ക്യാരക്ടറുകൾ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒറിജിനലായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, പ്രേതവും അതുപോലെ തന്നെ കാര്യങ്ങളും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാലഞ്ചിൻ്റെ പിന്നിലെ സീക്രട്ട്. ഇത്ര തന്നെ, വേറെ ഇതൊന്നുമില്ല. ചാർലി ചാർലി ആർ യു ഹിയർ? ഇപ്പോൾ ഓൾറെഡി തിരിഞ്ഞിരിക്കുകയാണ്. ചാർലി ചാർലി ആർ യു ഹിയർ? കണ്ട, ഹിയർ എന്ന് പറയുന്ന ആ ശ്വാസത്തിൽ തന്നെ അത് തിരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.